ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് മത്തിക്കറി ഉണ്ടാക്കും. അടുത്ത വീട്ടിൽ മത്തിക്കറി ഇങ്ങനെ തിളയ്ക്കുമ്പോൾ മണം നമ്മുടെ മൂക്കിലെത്തും. വെജിറ്റേറിയന്മാർ ക്ഷമിക്കുക, ഭായയിൽ ഇങ്ങനെ വെള്ളം ഉരുളും. പക്ഷെ അത് ഞങ്ങൾ ഈ മത്തിക്കറി പിറ്റേ ദിവസം ഉപയോഗിക്കും. അതിന് ടേസ്റ്റ് വേറെ കൂടുതലാണ്. പക്ഷെ അതിന്റെ മണം വീട്ടിലേക്ക് എത്തില്ല. ചൂടുള്ള ഭക്ഷണത്തിന്റെ ഗന്ധം ദൂരത്തേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫിസിക്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ സയൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും പഠിച്ചത് നിങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതും എങ്ങനെയെന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ദ്രവ്യത്തിന്റെ അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സോഴ്സ് എന്താണ്? SCERT ടെക്സ്റ്റ് ബുക്ക് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതിലൊതുങ്ങി ഇന്ന് പഠിച്ചാൽ മതി. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ SCERT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് അതിലെ ചിത്രങ്ങളൊക്കെ വളരെ പ്രധാനമാണ്, അതിലെ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. അങ്ങനെ പാസീവായി വായിച്ചു പോയാൽ പോരാ, നമ്മുടെ ചുറ്റുപാടിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിച്ചാൽ അത് എത്ര ലളിതമായി നമുക്ക് മനസ്സിലാകും, അതുപോലെ തന്നെ അത് എത്രയും കാലം നമ്മുടെ ഓർമ്മയിൽ നിൽക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പലപ്പോഴും നമ്മൾ ഈ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്കൊക്കെ ഓർമ്മിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, അതിനെ ഇന്റേണലൈസ് ചെയ്യാൻ പറ്റണം, അതിനെ ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പൊ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ്? 7 അവസ്ഥകളാണ് ഉള്ളത് എന്ന് ഉത്തരം പറയുന്നു. യഥാർത്ഥത്തിൽ ദ്രവ്യത്തിന് ഒരുപാട് അവസ്ഥകൾ ഓരോ ദിവസം തോറും കണ്ടുപിടിച്ചു വരികയാണ്. ഓക്കെ, അപ്പൊ ദ്രവ്യത്തിന് എത്ര അവസ്ഥയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൃത്യമായ ഒരു ഉത്തരം ഇപ്പം പറയാൻ പറ്റില്ല. അതങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. പല അവസ്ഥകളും എന്തുണ്ട്? കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ അവസ്ഥകളൊക്കെ തന്നെ പലതും ലബോറട്ടറിയിൽ മാത്രം നിലനിൽക്കുന്നതാണ്. പക്ഷെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 7 അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉത്തരം എന്താക്കി എടുക്കാം? 7 എടുക്കാം. വേണമെങ്കിൽ ചിലർ 10 എന്ന് പറയുന്നുണ്ട്. എന്തായാലും 10 അവസ്ഥകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പൊതുവായി അറിഞ്ഞിരുന്നാൽ മതി, കൂടുതൽ അറിയേണ്ട. കാരണം PSC ആ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 7 അവസ്ഥയുള്ളത്. ഓക്കെ, എന്താണ്? അപ്പൊ ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, എന്താണ് ദ്രവ്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഈ ദ്രവ്യം? ഇപ്പൊ ടൈം എന്ന് പറയുന്നത് ദ്രവ്യമാണോ? അല്ലല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ടൈം എന്ന് പറഞ്ഞാൽ ദ്രവ്യമല്ല. സ്നേഹം, ഞാൻ പറയാണ്, സ്നേഹം എന്ന് പറഞ്ഞാൽ ദ്രവ്യമാണോ? അല്ല. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്താ ദ്രവ്യം? നമുക്ക് അറിയാവുന്നത് ചിന്തിക്കുക. നമുക്ക് നോക്കാം. സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും ദ്രവ്യം എന്ന് പറയും. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, മാസ് ആവശ്യമാണ്, ഇങ്ങനെയുള്ള എന്തിനേയും നമ്മൾ എന്താണ് പറയുന്നത്? ദ്രവ്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും, സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണായ പരപ്പൊക്കെ സ്ഥലമാണ്. സിമ്പിൾ ആണല്ലോ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ സ്നേഹത്തിന് അങ്ങനെ എന്തില്ല? സ്ഥിതി ചെയ്യാൻ. ഇങ്ങനെ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നമുക്ക് സ്നേഹം അത് പ്രവൃത്തിയിലൂടെ കാണാൻ പറ്റുള്ളൂ. ഒരു അമൂർത്തമായ ഒരാശയമാണത്. മൂർത്തമല്ല, കോൺക്രീറ്റ് അല്ല. ക്ലിയർ? ഈ ഫിസിക്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ് പ്രത്യേകിച്ചും ഫിസിക്കൽ ഒബ്ജക്ട്സുകളെ കുറിച്ചുള്ള പഠനമാണ്. എന്താ ഫിസിക്കൽ ഒബ്ജക്ട്സ്? അളക്കാൻ പറ്റുന്നതാണ് ഫിസിക്കൽ ഒബ്ജക്ട്സ്. വിച്ച് ക്യാൻ ബി മെഷറബിൾ. അതിനെ അളക്കാൻ പറ്റും. ഓക്കെ, മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ? ഇപ്പൊ സ്നേഹം നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു സ്കെയിലോ അതല്ലെങ്കിൽ ഒരു തെർമോമീറ്ററോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അളക്കാൻ പറ്റുമോ? സ്നേഹത്തെ അളക്കാൻ പറ്റില്ല. ദേഷ്യത്തെ അളക്കാൻ പറ്റുമോ? പറ്റില്ല. ദയയെ അളക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊന്നും ഫിസിക്കൽ ഒബ്ജക്ട്സ് അല്ല. അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. മെഷർ ചെയ്യാൻ പറ്റണമൊക്കെ ഫിസിക്കൽ ഒബ്ജക്ട്സ് ആണ്. ഇപ്പൊ ടൈം ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്. ടൈമിനെ നമുക്ക് സെക്കൻഡ് ആയിട്ട്, മിനിറ്റ് ആയിട്ട്, അവറൊക്കെ ആയിട്ട് അളക്കാൻ പറ്റും. ബട്ട് ടൈം ദ്രവ്യമല്ല കേട്ടോ. ടൈം എന്ന് പറഞ്ഞാൽ ദ്രവ്യമല്ല കേട്ടോ. ടൈം ദ്രവ്യമല്ല. ഊർജം ദ്രവ്യമല്ല. ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ശബ്ദം ഒരു ഊർജമാണ്. ശബ്ദം നിങ്ങളിങ്ങനെ വായയുടെ അവിടെ വെച്ചിട്ട് വർത്തമാനം പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ അവിടെ വന്നിട്ട് വായു വന്ന് അടിക്കുന്നത് കാണാം. ശബ്ദം എന്നുള്ള ഊർജം ചെയ്യുന്ന പ്രവൃത്തിയാണ്. പ്രകാശം ഊർജമാണ്. പ്രകാശം എന്തൊക്കെയാ ചെയ്യുന്നത്, എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ മതി. സസ്യങ്ങളുടെ അടുപ്പില് അല്ലേ? സസ്യങ്ങളുടെ അടുപ്പ് എന്ന് പറഞ്ഞാൽ ഇലകളാണ്, നമുക്കറിയാം അല്ലേ? PSC ചോദ്യമാണ്. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സസ്യങ്ങളുടെ അടുപ്പിൽ പ്രകാശ സംശ്ലേഷണം എന്നുള്ള പ്രക്രിയ അത് നടക്കണമെങ്കിൽ ഈ ഊർജം വേണം. ഏത്? പ്രകാശോർജം വേണം. പ്രകാശോർജം സൂര്യനിൽ നിന്ന് വരുന്ന ഈ താപമാണ് എന്ത് ചെയ്യുന്നത്? ആ താപോർജമാണ് ഈ നീരാവിനെ മുഴുവൻ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. ആഗോളതാപനത്തിന്റെ കാലമാണ്. പക്ഷെ ചെറിയ ചൂടെങ്കിലും ഇല്ലെങ്കിൽ ഭൂമി തണുത്തുറഞ്ഞേനെ. ആ ചൂടൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് അല്ലേ? അപ്പോ അവിടെ നമുക്ക് ആ തരത്തിൽ പറയണമെങ്കിൽ സൂര്യൻ ഒരു ഭഗവാൻ തന്നെയാണെന്ന് പറയാം. കാരണം ഈ ഭൂമിയിലുള്ള
അധിക ഊർജവും നമുക്ക് ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പൊ സസ്യങ്ങളിൽ നിന്നുള്ള ആ ഊർജം സംഭരിച്ച് അത് കനികളിൽ വന്ന് അത് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. അത് ATP എന്ന് പറയുന്ന അല്ലെ എനർജി കറൻസി അതിന്റെ ഒരു ട്രാൻസ്ഫറിലൂടെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം, ബയോളജിയിൽ പറയാം. നമുക്ക് തിരിച്ചു വരാം. അപ്പോ എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത്. ഒരു സ്ഥലം വേണം അതിന് നിലനിൽക്കാൻ. മാത്രമല്ല മാസ് ഉള്ളത് പിണ്ഡമുള്ളതുമായ, അപ്പം മാസും വേണം, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യം വേണം. ഉടൻ ചിന്തിക്കണം, എന്താണ് മാസ്? എന്താ മാസ്? അപ്പൊ ദ്രവ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി, ഞാൻ ദ്രവ്യമാണ്, എനിക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. എൻ്റെ കയ്യിലുള്ള ഈ പേന ദ്രവ്യമാണ്. നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടാവും കാണുന്നത്, അപ്പൊ ആ ചായ ദ്രവ്യമാണ്. ആ ചായ ഇരിക്കുന്ന കപ്പ് ദ്രവ്യമാണ്. നമുക്ക് കാണാനും തൊടാനും അനുഭവിക്കാനും. ഇപ്പൊ വായുവിനെ നമുക്ക് അനുഭവിക്കാം, കാണാൻ പറ്റില്ല, പക്ഷെ അത് ദ്രവ്യമാണ്. അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഇതൊക്കെ ദ്രവ്യമാണ്. ആ ദ്രവ്യത്തിന് അപ്പൊ നമ്മൾ എങ്ങനെ ഡെഫിനിഷൻ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതിന് മാസ് ഉണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. ഈ മാസും ഭാരവും പലർക്കും തെറ്റിപ്പോവാറുണ്ട്. പറയാം, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ദ്രവ്യത്തിൽ എത്ര ദ്രവ്യമുണ്ട് അതാണ് ചോദ്യം. ഇപ്പൊ ഒരു വലിയ പഞ്ഞിക്കെട്ട് എടുക്കുക, വലുതാണ് പഞ്ഞിക്കെട്ട്. ഒരു ചെറിയ പഞ്ഞിക്കെട്ട് കൊടുക്കുക, ചെറിയ പഞ്ഞിക്കെട്ടിൽ കുറച്ച് ദ്രവ്യമുള്ളൂ, വലിയ പഞ്ഞിക്കെട്ടിലോ കൂടുതൽ ദ്രവ്യമുണ്ട്. അത് വിചാരിച്ച് വലിപ്പം കൂടുന്തോറും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടാ. ഇപ്പൊ ഒരു വലിയ ഇരുമ്പിന്റെ എന്തെടുക്കുക, ഗോളെടുക്കുക, നല്ല കനുള്ള ഇരുമ്പിന്റെ ഗോളം, ഒരു വലിയ പഞ്ഞിക്കെട്ട് കൊടുക്കുക. ഏതിനാണ് ഭാരം കൂടുതൽ? ഇരുമ്പിന്റെ ഗോളത്തിനാണ് ഭാരം കൂടുതൽ. പഞ്ഞിക്കെട്ടിന് ഭാരം കുറവാ. ഇരുമ്പിന്റെ ഗോളത്തിൽ തന്നെയാണ് എന്തുള്ളത്? മാസ് ഉള്ളത്, ദ്രവ്യം കൂടുതലുള്ളത്. ഇപ്പൊ ഭാരവും മാസും തമ്മിൽ ഒരു ബന്ധമുണ്ട്, പിണ്ഡവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ദ്രവ്യത്തിന്റെ അളവാണ്, പക്ഷെ ഭാരം എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ, ഗുരുത്വാകർഷണ ബലത്തിന്റെ അളവാണ്. ആ മാസിനെ പിടിച്ചു വലിക്കുകയാണ് ഭൂമി താഴത്തേക്ക്. അപ്പൊ നമുക്ക് അനുഭവപ്പെടുന്ന അതാണ് ഭാരം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിലുള്ള ഭാരമായിരിക്കില്ല ചന്ദ്രനിലുള്ള ഭാരം, 1/6 കാരണം എന്താ? ഭൂമിയിലുള്ള ആകർഷണ ബലത്തിനെക്കാട്ടിലും 1/6 ചന്ദ്രനിലുള്ള ആകർഷണ ബലം. അതായത് ഭൂമിയിൽ 60 കിലോ ഉള്ള ആള് ചന്ദ്രനിൽ പോയാൽ 6 കിലോനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭൂമിയിലുള്ള അതേ ദ്രവ്യം തന്നെയാണ് ഈ 60 കിലോ ഉള്ള ആള് ചന്ദ്രനിൽ പോയാലും ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പൊ മാസും ഭാരവും തമ്മിൽ കണക്ഷൻ ഉണ്ട്, രണ്ടും രണ്ടാണ്. ഭാരം വേ, പിണ്ഡം റേ ട്ടാ, വേറെ വേറെയാണെന്ന് ഓർക്കണം. പക്ഷെ ബന്ധമുണ്ട്, ഏട്ടനും അളിയനും ആണ് വിചാരിക്കുക, അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഓക്കെ. അപ്പോ സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും ഒന്ന് ബന്ധപ്പെടുത്തി പഠിച്ചു നോക്കൂ. അതിന് പറ്റാവുന്ന ഒരു സാധനമാണ് SCERT ടെക്സ്റ്റ് ബുക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ശൈലി. എൻ്റെ പേര് രഘുനന്ദനൻ MV. വിൻഡോജുവിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പൊ സാധാരണ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളുള്ള പദാർത്ഥങ്ങളാണ് നമുക്ക് പരിചയം. നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. സ്വാഭാവികമായിട്ട് ഇപ്പൊ നിങ്ങൾ ഐസ് കട്ട കണ്ടിട്ടുണ്ടായിരിക്കും, അത് ഖരമാണ്. ഐസ് ഒന്ന് ചൂടാക്കിയാൽ അത് വെള്ളമായിട്ട് മാറും, അത് ദ്രാവകമാണ്. വെള്ളത്തെ ചൂടാക്കിയാൽ വാതകമായിട്ട് മാറും, ഇത് വാതകമാണ്. ഇത് സയൻസിലെ ഒരു അതുകൊണ്ട് തന്നെ ഒരു കണ്ടെത്തലാണ്. പദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ മാറും. ഖരത്തിൽ നിന്ന് ദ്രാവകമായി, ദ്രാവകത്തിൽ നിന്ന് എന്തായി മാറി? വാതകമായി മാറി. അപ്പൊ ദ്രവ്യത്തിന് ഇങ്ങനെ ഖരം, ദ്രാവകം, വാതകം എന്നുള്ള അവസ്ഥകൾ മാത്രമല്ല, പ്ലാസ്മ എന്നൊരവസ്ഥയുണ്ട്. പ്ലാസ്മ എന്നുള്ള ഈ അവസ്ഥയുടെ പ്രത്യേകത, നമ്മുടെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കാണായ പരപ്പൊക്കെ പ്രപഞ്ചമാണ്. നമുക്ക് കാണാത്ത ഭാഗവും പ്രപഞ്ചമാണ്. ദൂരദർശനികൾ ഉപയോഗിച്ച്, അവിടെ വന്നിട്ടുള്ള സിഗ്നലുകൾ ഉപയോഗിച്ച് കൊണ്ട് പ്രപഞ്ചത്തെ കണ്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ രസകരമായ ഒരു കാര്യമാണ്. ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡിനേക്കാൾ രസകരമായ കാര്യത്തിലേക്കാണ് പോകുന്നത്. ഈ PSC ഒക്കെ കഴിഞ്ഞ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഓക്കെ, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വളരെ ലളിതമായ ഒരു പുസ്തകമുണ്ട്. ഇംഗ്ലീഷിൽ ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു DC ബുക്സ് സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് തോന്നുന്നല്ല, സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലാക്കിയിട്ടുണ്ട്. DC ആണ് അതിന്റെ പബ്ലിഷർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഇതൊക്കെ PSC കിട്ടിയതിന് ശേഷം ഒന്ന് വായിച്ചു നോക്ക്, കുട്ടികൾക്ക് വായിക്കാൻ തുടങ്ങി നോക്ക്. അതിലൊക്കെ ടിൻ പാരഡോക്സ് എന്നൊക്കെ പറഞ്ഞ രസകരമായ ഒരു സംഭവമുണ്ട്. നിങ്ങൾ ആലീസ് ഇൻ വണ്ടർലാൻഡിന്റെ അപ്പുറത്തേക്ക് പോകും, അതിലെ ചില കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടും. ഈ കാണുന്ന പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരില്ല അതിന്. നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രപഞ്ചം. ഓക്കെ, അപ്പൊ അത് അനന്തമാണ്, അജ്ഞാതമാണ് പല മേഖലകളും. അതിൻ്റെ ആ കാണുന്നതൊക്കെ പ്രപഞ്ചമാണ്. ആ പ്രപഞ്ചത്തിലൊക്കെ ദ്രവ്യമുണ്ട്. ആ ദ്രവ്യത്തിലൊക്കെ 90% ഖരാവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ വാതകാവസ്ഥയിലോ അല്ല, പ്ലാസ്മ അവസ്ഥയിലാണ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഈ അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഉയർന്ന ചൂടിലാണ് പ്ലാസ്മ ഉണ്ടാവുക. വാതകത്തിന്റെ അടുത്ത സ്റ്റേജ് ആണെന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഇതാണ് പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയും അത് കൂടാതെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ജാൻ ടെല്ലർ മെറ്റൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട റെഡ്ബർഗ് മാറ്ററും കലർ ഗ്ലാസ് കണ്ടൻസേറ്റും നിങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഖരം, ദ്രാവകം, വാതകം അതിന്റെ പ്രത്യേകതകൾ, പ്ലാസ്മ അതിന്റെ പ്രത്യേകതകൾ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. പിന്നെ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ, റെഡ്ബർഗ് മാറ്റർ, ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്ററുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ കഴിഞ്ഞ 10th പ്രിലിംസിന് തന്നെ വന്നിട്ടുണ്ട്. കലർ ഗ്ലാസ് കണ്ടൻസേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദാറ്റ്സ് ആൾ. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണ്ട. ഈ PSCക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന സൂത്രവാക്യം പഠിച്ചു പോയിക്കോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് SCERT ടെക്സ്റ്റ് ബുക്ക്. അതിനപ്പുറത്ത് ചോദ്യം വന്നാലോ നിങ്ങൾ എഴുതണ്ടോ? ഒരു 10 മാർക്കിന്റെ ചോദ്യം പോകുമെന്ന് തന്നെ വിചാരിച്ച് കൂട്ടിക്കോ. അത്ര ടഫാണെങ്കിൽ ആ 10 മാർക്ക് കൊണ്ട് നിങ്ങളുടെ റാങ്കിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ആ 10 മാർക്ക് പഠിച്ചെടുക്കണം വെച്ചാൽ ഒരുപാട് പഠിച്ചെടുക്കാനുണ്ട്. എന്തിനാ അത് നിൽക്കുന്നത്? ഇത് പഠിച്ചിട്ട് പോരെ അവിടേക്ക്, അപ്പോഴേക്കും നിങ്ങൾക്ക് PSC കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അടുത്തത് പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിൽ പറയുന്നു. താഴെ കൊടുത്ത പട്ടിക 4.2 പൂർത്തീകരിക്കുക. നിങ്ങൾ പൂർത്തീകരിക്കാൻ സ്വയം നോക്കണം ആദ്യം. അപ്പൊ പഠന രസമായിരിക്കും. മാസ് ഉണ്ടോ? എന്റെ ചോദ്യം അതാണ്. ദ്രവ്യമാണ്, ദ്രവ്യത്തിന്റെ 3 അവസ്ഥയാണ് ഖരം, ദ്രാവകം, വാതകം. മാസ് ഉണ്ടോ? ആദ്യത്തെ ഡെഫിനിഷനിലേക്ക് പോവുക. ഖരമാണെങ്കിലും ഖരത്തിലാണെങ്കിലും ദ്രാവകത്തിലാണെങ്കിലും വാതകത്തിലാണെങ്കിലും ദ്രവ്യമാണ്. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. അപ്പൊ ഏതവസ്ഥയിലാണെങ്കിലും ഈ 10 അല്ല 15 അല്ല 200 അവസ്ഥ ദ്രവ്യത്തിന് വിവിധ ലാബുകളിൽ കണ്ടുപിടിക്കാൻ സാധിച്ചാലും മാസ് ഉണ്ടാവും. ക്ലിയർ? ഇങ്ങനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. നിശ്ചിത വ്യാപ്തമുണ്ട്. വ്യാപ്തം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് വെറുതെ സങ്കല്പിച്ചു നോക്ക്. ഖരത്തിന് വ്യാപ്തമുണ്ടോ? നിശ്ചിത വ്യാപ്തമുണ്ടോ? അതായത് എവിടെ കൊണ്ടുവച്ചാലും ഒരേ സ്ഥലം ആവശ്യം. സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു ഓറഞ്ചിന് ഒരു കുറഞ്ഞ സ്ഥലം മതി സ്ഥിതി ചെയ്യാൻ. ഒരാനയ്ക്ക് ഒരുപാട് സ്ഥലം വേണം സ്ഥിതി ചെയ്യാൻ. ആ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് വ്യാപ്തം. എന്റെ ചോദ്യം, ഖരത്തിനും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള പദാർത്ഥത്തിന് എന്ത് നിശ്ചിത വ്യാപ്തമുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഉത്തരം പറയാം. നിങ്ങൾ ആദ്യം ആലോചിക്കൂ. സ്ഥിരമായ ആകൃതി. നിങ്ങളുടെ ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്ഥിരമായ ആകൃതിയുണ്ടോ? ഒരു സ്പോഞ്ച് അതിന് ആകൃതിയുണ്ടോ? ഒരു മനുഷ്യൻ ഖരാവസ്ഥയിലാണല്ലോ, നമ്മുടെ ഉള്ളിൽ വെള്ളം ഉണ്ട് വെച്ചാലും അല്ലേ, അപ്പോ അതിന് ആകൃതിയുണ്ടോ? സ്ഥിരമായ ഒരു ആകൃതിയുണ്ടോ? അതുപോലെ തന്നെ അതേസമയം ദ്രാവകമായാൽ അതിനൊരാകൃതിയുണ്ടോ? വാതകമാണെങ്കിൽ അതിനൊരാകൃതിയുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഖരമാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും മാസ് ഉണ്ട്. എന്തുണ്ട്? ഖരാവസ്ഥയിൽ നിശ്ചിത മാസ് ഉണ്ട്, ദ്രാവകാവസ്ഥയിൽ. കാരണം മാസ് ഉണ്ടെങ്കിലേ ദ്രവ്യാവുള്ളൂ. പിണ്ഡം, മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡം ഉണ്ടെങ്കിലേ ദ്രവ്യാവുള്ളൂ. സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമാണ്. വ്യാപ്തത്തിന്റെ കാര്യത്തിലോ ഖരത്തിന് നിശ്ചിത വ്യാപ്തമാണ്. ഖരത്തിന് നിശ്ചിത വ്യാപ്തമാണ്. 1 കിലോ പഞ്ചസാര നിങ്ങൾ എവിടെ കൊണ്ടേ വെച്ചാലും അത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ 1 കിലോ തന്നെയാണ്. നിങ്ങളോ മറ്റാരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ആ 1 കിലോ അവിടെ ഉണ്ട്. അതിന് നിശ്ചിത വ്യാപ്തമുണ്ട്. കിലോ എന്ന് പറഞ്ഞാൽ ഭാരമാണ്, ഞാൻ പിന്നീട് പറയാം.
അതിൽ നിശ്ചിത ദ്രവ്യം അത്ര തന്നെയാണ്, നിശ്ചിത വ്യാപ്തമുണ്ട്. അത് ദ്രാവകത്തിലാണെങ്കിൽ നിശ്ചിത വ്യാപ്തമുണ്ട്, ദ്രാവകത്തിലാണെങ്കിലും നിശ്ചിത വ്യാപ്തമുണ്ട്. വാതകത്തിനോ നിശ്ചിത വ്യാപ്തമില്ല. വാതകം നിങ്ങൾ എവിടെ അടച്ചു വെച്ചിരിക്കുന്ന വെച്ചാൽ അത്രയും വ്യാപ്ത. ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ ആ കുപ്പിയുടെ വ്യാപ്ത വാതകത്തിന് അവിടെ മുഴുവൻ പരക്കും. എന്നാ ആലോചിച്ച് നോക്ക് രസം. ഒന്നെന്നെയാ സാധനം, ഒരേ കണ്ടന്നെയാ. H2O ആണ്, ഹൈഡ്രജൻ ഓക്സിജൻ, ഒരേ സാധനം തന്നെ. ഇങ്ങനെ അതിശയിക്കണം, ഒരു ആഹാ വേണം നമുക്ക്. ഒരു അത്ഭുതമല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ. ഒരു സാധനം അത് ഖരാവസ്ഥയിലാണെങ്കിൽ അതിനൊരു നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത വ്യാപ്തമുണ്ട്. അതിന് ആകൃതിയോ നിശ്ചിതമായ ഒരു ആകൃതിയുണ്ട് ഖരാവസ്ഥയിലുള്ള ഒരു സാധനത്തിന്. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം, ഈ മൊബൈൽ ഖരാവസ്ഥയിൽ അത് എവിടെ കൊണ്ടുവച്ചാൽ ഇതേ ആകൃതിയിലാണ്. പക്ഷെ ഇത് വെള്ളാണെങ്കിലോ, ഇത് ദ്രാവകാവസ്ഥയിലാണെങ്കിലോ അത് ഒഴിക്കുന്ന പാത്രത്തിന്റെ ആകൃതിയായിട്ട് മാറും. അതിന് നിശ്ചിത ആകൃതി ഇല്ല, അപ്പോഴും നിശ്ചിത വ്യാപ്തമുണ്ട്. അതായത് 1 ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ ഒരു ചെറിയ കപ്പിലേക്ക് ഒഴിച്ചു, അപ്പോഴത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. അത് വലിയ കപ്പിലേക്ക് ഒഴിച്ചാലും 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. പക്ഷേ വാതകത്തിന്റെ കാര്യം അതല്ല. വാതകം ഒരു 5 ലിറ്റർ കുപ്പിയിൽ അടച്ചാൽ അപ്പൊ 5 ലിറ്ററിലേക്ക് കൊണ്ട് വ്യാപിക്കും. അത്രയും സ്ഥലം വേണം മൂപ്പർക്ക്. എത്ര സ്ഥലം ഉണ്ടോ അത്രയും സ്ഥലത്തേക്ക് പറക്കും മൂപ്പര്. അപ്പോ വാതകത്തിന് നിശ്ചിത വ്യാപ്തവുമില്ല, നിശ്ചിത ആകൃതിയുമില്ല. ദ്രാവകത്തിനോ നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത ആകൃതി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയായിരിക്കും. അത് നീളം കുപ്പിക്ക് ഒഴിച്ചു വെച്ചാൽ അതിന്റെ നീളം രൂപം, പരന്ന കുപ്പിക്ക് ഒഴിച്ചു വെച്ചാൽ പരന്ന രൂപം മാറുന്ന ഒരു മായാവിയാണ് ദ്രാവകം. ഓക്കെ, സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അഡാപ്റ്റബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു ഗുണമാണ് അഡാപ്റ്റബിലിറ്റി. ഓക്കെ, അതായത് PSC പഠിക്കുന്നവർക്ക് കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് ബന്ധപ്പെടുത്തി പഠിക്കാൻ അറിയണം. ചിലവർക്ക് വീട്ടമ്മമാർക്ക് കുട്ടിയുണ്ട്, ഇപ്പൊ കുട്ടിയും വെച്ചിട്ട് എങ്ങനെയാ പഠിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ പല തിരക്കുണ്ട്, അവിടെ അഡാപ്റ്റ് ചെയ്യണം. നമ്മുടെ അവസ്ഥ അതാണ്. അതിനോടനുബന്ധമായിട്ട് നമുക്ക് എന്ത് സാധ്യത, ആ ഓരോ അവസ്ഥയിലും നമുക്ക് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ തേടുന്ന ഒരു കലയാണ്. അങ്ങനെയുള്ളവർക്കാണ് ഇനി വിജയിക്കാൻ സാധ്യത കൂടുതൽ, അല്ലാതെ തൻ്റെ അവസ്ഥയിൽ പരിതപിക്കുന്നവരല്ല. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ് ആണ് നമ്മുടെ കോമ്പസിൽ നടക്കുന്നത്. കോമ്പസിന്റെ മുഴുവൻ ക്ലാസ്സുകളും കിട്ടാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ മതി. ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രായോഗികമായി കഴിഞ്ഞ 26 വർഷമായി ഞാൻ PSCയും മറ്റു കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരിലൂടെ നമ്മൾ നേടിയെടുത്ത അറിവ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ വിജയിപ്പിച്ച അറിവുകളും കൂടി ചേർന്നതാണ് കോമ്പസ്. അത് PSCക്കാർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ പ്രോഗ്രാമാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ 3-4 ദിവസം കൂടുമ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് കിട്ടും. അതുപോലെ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലും പലതരത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ ഖരം, ദ്രാവകം, വാതകം. ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും നിശ്ചിത മാസുണ്ട്. ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും നിശ്ചിത വ്യാപ്തമുണ്ട് എന്ന് പറഞ്ഞാൽ ഖരത്തിനും ദ്രാവകത്തിനും മാത്രം. വാതകം എവിടേക്ക് വേണമെങ്കിലും പരക്കും, എവിടേക്ക് വേണമെങ്കിലും ചുരുങ്ങും. ഖരം, ദ്രാവകം, വാതകം സ്ഥിരമായ ആകൃതിയുണ്ട്. ഖരത്തിന് സ്ഥിരമായ ആകൃതിയില്ല. അത് ദ്രാവകമാകുമ്പോൾ അത് ഏത് പാത്രത്തിലാണോ അതിന്റെ ആകൃതി കൈക്കൊള്ളും. വാതകം അതും അതിന് കൈക്കൊള്ളും. ഓക്കെ, ഇതൊന്ന് ഉറക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് കാണൂ, ഒരു 1.5 മിനിറ്റ്. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ വീഡിയോ കണ്ടല്ലോ. ഖരം എന്താണ്, ദ്രാവകം എന്താണ്, വാതകം എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് ഉറച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ആകൃതിയുമായി ബന്ധപ്പെട്ടത്, അതിന്റെ വ്യാപ്തവുമായി ബന്ധപ്പെട്ടത്, അതിന് മാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഉറച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്ലാസ്മയിലേക്ക് പോകാം. പ്ലാസ്മയുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്?
ഖരം, ദ്രാവകം, വാതകം എന്നിവ കൂടാതെ SCERT പറയുന്നു മറ്റു ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടുന്നു. SCERT മാത്രമല്ല, അതൊരു ശരിയാണ്. ഓക്കെ, ഇനി പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിൽ കാണപ്പെടുന്നു. സൂര്യൻ, മറ്റ് നക്ഷത്രങ്ങൾ, ഇതാണ് പ്രപഞ്ചത്തിലുള്ളത്. ഭൂമിയേക്കാളൊക്കെ എത്രയോ വലിപ്പമുള്ള സൂര്യൻ, സൂര്യനെക്കാട്ടിലും എത്രയോ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, ഇതിലൊക്കെ പ്ലാസ്മ അവസ്ഥയിലാണ്. ഉയർന്ന ചൂടിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. ഖരത്തേക്കാൾ ഖരം ചൂടായി ഒരു അവസ്ഥയിലേക്ക് മാറുക ദ്രാവകമായിട്ട്. ദ്രാവകം ചൂടായി ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ വാതകമായിട്ട് മാറുകയാണ്. ആ വാതകം തന്നെ ഉയർന്ന അവസ്ഥ ചൂടിൽ അത് എന്തായിട്ട് കാണപ്പെടുന്നു? പ്ലാസ്മയായിട്ട് കാണപ്പെടുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്താണ്? പ്ലാസ്മയാണ്. അപ്പോ ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. അവിടെ അയോണീകരണം എന്നുള്ളൊരു വാക്ക് കണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. നിങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ ദ്രവ്യങ്ങൾ, ആ മുഴുവൻ ദ്രവ്യങ്ങളെയും നിങ്ങൾ ഒരു വലിയ ഉരലിലിട്ട് പൊടിച്ചു എന്ന് വിചാരിച്ചോളൂ. ഒരു മനുഷ്യനെ, എന്നെ നിങ്ങൾ ഉരലിട്ട് പൊടിച്ചു, നിങ്ങൾ ഉരലിട്ട് പൊടിച്ചു. നിങ്ങൾ അങ്ങനെ വെറുതെ സങ്കല്പിക്കുക. ഓക്കെ, ഇനി ഉരലിട്ട് ഒന്ന് പൊടിച്ചു നോക്കുക. ഈ കാണുന്ന ഭൂമിയെ മൊത്തം ഉരലിട്ട് പൊടിച്ചു, ആ കാണുന്ന ആനയെ ഉരലിട്ട് പൊടിച്ചു. ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാ. ജീവനില്ലാത്ത ഒരു കല്ലിനെ ഉരലിട്ട് പൊടിച്ചു. അവസാനം നിങ്ങൾക്ക് എന്താ കിട്ടുക? എ ഹീപ്പ് ഓഫ് ആറ്റംസ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു കുന്നോളം ആറ്റമാണ്, ടണ്ണ് കണക്കിന് ആറ്റങ്ങളാണ്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും സകല സാധനത്തിനെയും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ആറ്റത്തിൽ ആരാ ഉള്ളത്? ആറ്റത്തിൽ ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ന്യൂട്രോണും പ്രോട്ടോണും എവിടെയാണോ കാണപ്പെടുന്നത്? ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്, അല്ലെ? ന്യൂട്രോണും പ്രോട്ടോണും എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ആ ന്യൂക്ലിയസിനെ ഏകദേശം പറയാം ചുറ്റിക്കൊണ്ട്, കൃത്യമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ചുറ്റിക്കൊണ്ട് ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകളുടെ ഒരു ഗുണമാണ് നെഗറ്റീവ് ചാർജ്. ഗുണം, ഒരു ക്വാളിറ്റി, നിങ്ങൾ പത്രം അറിഞ്ഞാൽ മതി. പ്രോട്ടോണുകളുടെ ഒരു ഗുണമാണ് പോസിറ്റീവ് ചാർജ്. സാധാരണയായി ഒരറ്റത്തിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 10 പ്രോട്ടോണും ഉണ്ടായിരിക്കും ആറ്റത്തിൽ. 9 ഇലക്ട്രോൺ ആണ് വേറൊരു ആറ്റത്തിലുള്ളതെങ്കിൽ 9 പ്രോട്ടോണും ഉണ്ടായിരിക്കും. അപ്പൊ 9 നെഗറ്റീവും 9 പോസിറ്റീവും ചേർന്ന് ആറ്റങ്ങൾ ന്യൂട്രൽ ആണ്. അതിന്റെ ചാർജ് ന്യൂട്രൽ ആണ്. പക്ഷെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാലോ? ഈ ഇലക്ട്രോൺ നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഇലക്ട്രോണുകൾ പുറത്തല്ലേ, ചുറ്റിക്കറങ്ങല്ലേ. ചുറ്റിക്കറങ്ങണവർ എപ്പോൾ വേണമെങ്കിലും വീട് വിട്ടു പോവാ, ഒറ്റ പോക്ക് പോവും, കാണില്ല. അപ്പോ ഒരു പ്രോട്ടോൺ കൂടിയില്ലേ, പോസിറ്റീവായി. അതിനെയാണ് അയോൺ എന്ന് പറയുന്നത്. അതേപോലെ കേന്ദ്രത്തിൽ കിടക്കുന്ന പ്രോട്ടോണിനെയും പുറത്തു ചാടിക്കാം. അപ്പോ എന്തായി മാറി? ഒരു പ്രോട്ടോൺ കുറവായി, ഇലക്ട്രോൺ ഒന്ന് കൂടുതലായി, അപ്പൊ നെഗറ്റീവായി. ഇങ്ങനെ ആറ്റങ്ങൾക്ക് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടോ, ഒരു പ്രോട്ടോൺ നഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ കിട്ടിയോ ഒക്കെ അതിന്റെ ചാർജ് ന്യൂട്രൽ എന്നുള്ള അവസ്ഥ മാറും. അതിനെയാണ് അയോണുകൾ എന്ന് പറയുന്നത്. ചൂടാക്കുമ്പോൾ ഈ ഇലക്ട്രോണിന്റെ ചലനം കൂടും, ചലന സ്വാതന്ത്ര്യം കൂടും. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് പോകുന്നത് എന്ന് വിചാരിക്കുക. ഊർജാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം ഇതൊക്കെ അതിന് ബാധകമാണ്. അപ്പൊ ചൂടാവുമ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോൺ കിട്ടിയോ, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും അങ്ങനെ തന്നെ പോകണ്ട, നിങ്ങൾക്ക് അത്ര അറിഞ്ഞാൽ മതി. അവ അയോണുകളായിട്ട് മാറുന്നു. അങ്ങനെ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. ഈ അയോണുകളെ കുറിച്ച് പറയുമ്പോൾ അവ ചാർജുകളാണ്. നമ്മൾ ഈ വൈദ്യുതി എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ആണ്. ചാർജിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ വൈദ്യുതി, അതുകൊണ്ടാണ് കറണ്ട് തന്നെ ഒഴുക്ക്. ചാർജിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു സ്വിച്ച് ആൻഡ് ഇടുമ്പോൾ
ചാർജ് ഒഴുകാൻ തുടങ്ങുകയാണ്. ആ ചാർജ് ഒഴുകാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേക പ്രതിഭാസമാണ് പിന്നീട് ലൈറ്റായിട്ടും ഫാൻ കറങ്ങുന്നതായിട്ടൊക്കെ മാറുന്നത്, അവിടെ ഊർജ്ജ മാറ്റങ്ങളൊക്കെ വരുന്നത്. അത്രയൊക്കെ പിന്നെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പോ പ്ലാസ്മ അവസ്ഥയിൽ വൈദ്യുതിയുമായിട്ടൊരു ബന്ധമുണ്ട് എന്നും കൂടി ആലോചിച്ച് വയ്ക്കുക, പിന്നീട് ഗുണം ചെയ്യും ഒരു ചോദ്യം വരുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. വൈദ്യുത ചാർജുള്ള കണങ്ങളുമായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളുമായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. കണ്ടോ, ഉത്തരം കിട്ടിയോ? ചാർജിന്റെ ഒഴുക്കാണ്. അപ്പൊ വൈദ്യുത ചാർജുള്ള കണങ്ങളുമായി പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ഇപ്പൊ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് 99% ദ്രവ്യവും പ്ലാസ്മാവസ്ഥയിലാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, സിമ്പിളാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും തിളക്കത്തിന് കാരണം ഓർത്തു വെക്കണം. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ. മിന്നലിൽ നല്ല ചൂടല്ലേ അല്ലേ? അപ്പോ അവിടെ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ. നേരത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഖരാവസ്ഥയിൽ തന്മാത്രകൾ അടുക്കം ചുറ്റിയായിട്ട് നിൽക്കുക, വാതകാവസ്ഥയിൽ ഒന്നും കൂടി സ്വതന്ത്രമായി, അല്ല ദ്രാവകാവസ്ഥയിൽ, വാതകാവസ്ഥയിൽ അത് കൂടുതൽ സ്വതന്ത്രമായി. അപ്പൊ പ്ലാസ്മാവസ്ഥയിലോ വീണ്ടും ക്രമരഹിതമായി, ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയാണ്. പ്ലാസ്മ എവിടെയൊക്കെയാ കാണപ്പെടുന്നത്? സൂര്യൻ, നക്ഷത്രങ്ങൾ, മിന്നലിൽ പ്ലാസ്മ ഉണ്ടാവുന്നു. നിയോൺ ലൈറ്റുകളിൽ പ്ലാസ്മ ഉപയോഗിക്കുന്നുണ്ട്. ടെലിവിഷൻ, പഴയ തരം ടെലിവിഷൻ സ്ക്രീനുകളിൽ പ്ലാസ്മ ഉപയോഗിച്ചിരുന്നു. പ്ലാസ്മ വളരെ ചൂടുള്ളതാണ്. പ്ലാസ്മ വൈദ്യുതി കടത്തിവിടുന്നു. പ്ലാസ്മയ്ക്ക് കാന്തിക ക്ഷേത്രത്തിൽ പ്രതികരിക്കാൻ കഴിയും. കാന്തിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് വൈദ്യുതി. ഓക്കെ, നമുക്ക് ഫാരഡേയുടെ നിയമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ അതേതവസ്ഥയാ? അത് ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ ചോദ്യം വന്നു, അത് അഞ്ചാമത്തെ അവസ്ഥ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞില്ല, PSCയിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് 10 അവസ്ഥകളും ഓർത്തു വെക്കാൻ പറഞ്ഞത്. അത് ജാൻ ടെല്ലർ മെറ്റൽ ആണ്. വേറൊരു ചോദ്യം കൂടി ചോദിച്ചു, ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത നിരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഈ 9ാമത്തെ അവസ്ഥ മൂപ്പര് ഒരു മജീഷ്യനാ. വൈദ്യുത ചാലകം എന്ന് പറഞ്ഞാൽ വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുള്ള എന്താണ് പദാർത്ഥങ്ങളാണ് വൈദ്യുത ചാലകങ്ങൾ. ഇപ്പൊ ഒരു കമ്പിയിലൂടെ വൈദ്യുതി ചലിക്കും, എന്നാൽ ഒരു ഉണങ്ങിയ മരത്തിലൂടെ വൈദ്യുതി പോവില്ല. വെള്ളത്തിലൂടെ വൈദ്യുതി കടന്നു പോകും, പക്ഷെ റബ്ബറിലൂടെയോ വൈദ്യുതി കടന്നു പോവില്ല. ഓക്കെ, അങ്ങനെ പലതരത്തിൽ വൈദ്യുതി കടന്നു പോകുന്ന പദാർത്ഥങ്ങളുമുണ്ട്, വൈദ്യുതി കടത്താത്ത പദാർത്ഥങ്ങളുമുണ്ട്. വൈദ്യുതി കടത്താത്തത് ഇൻസുലേറ്റർ ആണ്, അഥവാ വൈദ്യുത രോധികളാണ്. വൈദ്യുതി കടന്നു പോകുന്നത് വൈദ്യുതി ചാലകമാണ്. വൈദ്യുതിക്ക് ചലിക്കാൻ പറ്റും. വൈദ്യുതിക്ക് ചലിക്കൽ അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. നമുക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ എടുക്കാം. വൈദ്യുത ചാലകം, വൈദ്യുത രോധി. അപ്പൊ സാധാരണയായിട്ട് ഒന്നില്ലെങ്കിൽ അത് വൈദ്യുത ചാലകമായിരിക്കും, വൈദ്യുത രോധി ആയിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. പക്ഷെ ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ ആളിങ്ങനെയാണ്, കുമ്പിടിയാ, വിടീണ്ട് കുമ്പിടി, വിടീണ്ട് കുമ്പിടി അല്ലേ? അതാണ് എന്താ മൂപ്പരുടെ പേര്? ജാൻ ടെല്ലർ മെറ്റൽ. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയായ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ആ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നും 6ാമത്തെ അവസ്ഥയായ ഫെർമിയോണിക് കണ്ടൻസേറ്റ് അവസ്ഥ എന്നും പറയുന്നു. SCERT ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം കുറച്ച് നീളമുണ്ട്, ഒന്ന് ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെയാക്കി മാറ്റിയതാണ്. പദാർത്ഥത്തിന്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ്. അതിൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചോളൂ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ വാതകാവസ്ഥയിലുള്ള ബോസോണുകളെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കേവല 0-ത്തിനടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ്. ഡീറ്റെയിലേക്ക് പോകുന്നില്ല ഞാൻ, കാരണം അത് SCERT ടെക്സ്റ്റ് ബുക്കിൽ അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ചോദ്യം
9ാമത്തെ അവസ്ഥയെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ചും സാധ്യതയുള്ള ഒരു ചോദ്യം നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ബോസോണുകൾ എന്ന് പറഞ്ഞ വേറൊരു ഐറ്റം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആറ്റല്ലേ, ആറ്റത്തിൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും പറഞ്ഞില്ലേ, അതിനെ കുറച്ചും കൂടി സൂക്ഷ്മമായി നമുക്ക് ഒന്നും കൂടി അതിൻ്റെ അടിയിലേക്ക് പോയാൽ നമുക്ക് അവിടെ ബോസോണുകളെയൊക്കെ കാണാൻ പറ്റും. ആ ബോസോണുകളെ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട്, പൊട്ടൻഷ്യൽ എന്താണെന്ന് ആ ക്ലാസ്സിൽ ഞാൻ പറയാം, നമ്മുടെ സമയം പോകും. ഓക്കെ, കേവല പൂജ്യത്തിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ, തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഓർത്തു വയ്ക്കുക. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. കണ്ടൻസേറ്റ് അല്ലേ? കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങോട്ട് ചുരുങ്ങല്ലേ? അതാണ് വളരെ കടുത്ത താപനിലയിൽ തണുപ്പിക്കുക, കേവല പൂജ്യത്തിനടുത്ത താപനിലയിൽ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞന്മാരാണ്, ഒന്ന് ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ബോസ്, മറ്റാൾ ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോ താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ മറ്റൊന്നും കൂടിയുണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. താഴ്ന്ന കേവല പൂജ്യത്തിന് അടുത്തുള്ള താപനിലയിലാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. താഴ്ന്ന താപനിലയിലുള്ള അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മയല്ല, അത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയാണ്. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന ഒരു കണമുണ്ട്. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതിന് പിണ്ഡം എന്നുണ്ട്. ആ പിണ്ഡം എന്നുള്ളത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, ഗുണമാണ്. അത് നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ചോദിച്ചിട്ടുണ്ട്. കണികകൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണ് എന്നതിനുള്ള ഒരു വിശദീകരണത്തിന്റെ ഭാഗമായാണ് ഈ ഹിഗ്സ് ബോസോൺ എന്നുള്ള ഒരു കണികയെ കുറിച്ച് ചർച്ച വരുന്നത്. അപ്പോ ഈ ഫോട്ടോൺ ഉണ്ട്, അതുകൂടി ഓർത്തു വെക്കുക. കുറച്ച് പ്രയാസമാണ്, ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് പറയാതെയാണ്. ചിലത് കൺസെപ്റ്റ് ഇല്ലാതെ നമ്മൾ വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക്. ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ പ്രകാശവുമായി ബന്ധപ്പെട്ടതാ. പ്രകാശം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലുള്ളതാണ് ഫോട്ടോ, അവിടുന്നാണ് ഫോട്ടോൺ. അതിന്റെ ഒരു കണികയാണെന്ന് മാത്രം ഇപ്പൊ വിചാരിക്കുക. ആ ഫോട്ടോണുകൾക്ക് ഹിഗ്സ് ഫീൽഡുമായി സംവദിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവയ്ക്ക് പിണ്ഡം അനുഭവപ്പെടുന്നില്ല. ഇത് ഞാനൊന്ന് പറഞ്ഞുതരാം. സംവദിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സെൻസ് ചെയ്യുക എന്ന് പറയും. ഇപ്പൊ ഒരു ഇരുമ്പ് കമ്പി ഇവിടെ കൊണ്ടുവച്ചു വിചാരിച്ചോളൂ, ഒരു വലിയ കാന്തം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ആ ഇരുമ്പ് കമ്പി കാന്തത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോവില്ലേ? കാരണം അതിന്റെ കാന്തിക ക്ഷേത്രവുമായി സംവദിക്കാൻ കഴിയുന്ന ഒരാള്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആ അർത്ഥത്തിലല്ല പറയുന്നത്, ചെയ്യാൻ കഴിയുന്ന ആളാണ് ഈ ഇരുമ്പ് കമ്പി. അതുകൊണ്ട് നമുക്ക് പോകണം. നമ്മൾ പോവോ? നമ്മളെ ആകർഷിക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? ഈ ഇരുമ്പ് കമ്പിയുടെ ചില ഗുണം നമുക്കില്ല. അതുപോലെ തന്നെ ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്നത് അതിന് ഈ ഹിഗ്സ് ബോസോണുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ ആ ഹിഗ്സ് ബോസോണിന്റെ മണ്ഡലവുമായി നമ്മുടെ ഫോട്ടോണിന്, ബോസോൺ എന്ന് പറയുന്ന ഒരു തരം ബോസോൺ തന്നെയാണ്, ഫോട്ടോണിന്, പ്രകാശത്തിലെ കണികയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂപ്പർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രകാശത്തിന് പിണ്ഡമില്ല, അതുകൊണ്ട് അത് ദ്രവ്യമല്ല. ഓക്കെ, അവയ്ക്ക് പിണ്ഡം അനുഭവപ്പെടുന്നില്ല. ഹിഗ്സ് ബോസോൺ ജനീവയിലെ സേൺ ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ വർഷം 2012 ജൂലൈ 4. ഓർത്തു വെച്ചു. ആളുടെ പേരൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അയാൾ അടുത്തിടെ മരിച്ചു, അതുകൊണ്ട് തന്നെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ വെക്കാം, അത് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഹിഗ്സ് ബോസോൺ ദൈവത്തിന്റെ കണം എന്നറിയും. ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന കണമാണത്. പിണ്ഡം എന്ന് പറയുന്ന പ്രോപ്പർട്ടി നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾക്ക് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നതാണ്. വെറുതെ വായിച്ചു പോയാൽ പോരാ. എന്താണ് നമ്മുടെ ചുറ്റുപാടുമായുള്ള ബന്ധം നിങ്ങൾ ഓർക്കണം. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. പഞ്ചസാര കാണുമ്പോൾ വലിയ പഞ്ചസാരയുടെ കട്ട, ഇനി അത് തരിയാക്കി കഴിഞ്ഞാൽ ചെറിയ ക്രിസ്റ്റൽസ്. അതൊന്നും ഉണ്ടാക്കിയ കണങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. പൊടിച്ചു പോയാൽ നമുക്ക് പഞ്ചസാരയുടെ തന്മാത്ര കിട്ടും. പക്ഷെ ആ തന്മാത്രയ്ക്ക് പഞ്ചസാരയുടെ അതേ ഗുണമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വെള്ളം H2O കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. H2O ആണ് അതിന്റെ തന്മാത്ര. മനസ്സിലായില്ലേ? 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ആ തന്മാത്ര. ക്ലിയർ?
അതിലുള്ള ആറ്റം ഏതൊക്കെയാ എന്ന് ചോദിച്ചാൽ 2 മൂലകങ്ങളാണ് അതിലുള്ളത്, ഹൈഡ്രജൻ, ഓക്സിജൻ. ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു ഹൈഡ്രജൻ ആറ്റം മറ്റൊരു ഹൈഡ്രജൻ ആറ്റത്തിന് സമാനമാണ്, ഒരു ഓക്സിജൻ ആറ്റം മറ്റൊരു ഓക്സിജൻ ആറ്റത്തിന് സമാനമാണ്. ഒരു ഹൈഡ്രജൻ ആറ്റവും മറ്റൊരു ഹൈഡ്രജൻ ആറ്റത്തിലെയും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം കൃത്യമായിരിക്കും, ന്യൂട്രോണുകളുടെയും എണ്ണം കൃത്യമായിരിക്കും. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ വലിപ്പവും മറ്റൊരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യം ഹൈഡ്രജൻ ഓക്സിജനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അങ്ങനെയാണ് വ്യത്യസ്ത മൂലകങ്ങൾ വരുന്നത്. ഇങ്ങനെയുള്ള മൂലകങ്ങൾ, അതിലെ ആറ്റങ്ങൾ വ്യത്യസ്ത അനുപാതത്തിൽ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉം എന്നുള്ള അംശബന്ധത്തിലാണ് H2O ജലത്തിന്റെ തന്മാത്ര ഉണ്ടാകുന്നത്. ആ ജലത്തിന്റെ തന്മാത്രയെ നമുക്ക് നഗ്നനേത്രങ്ങളാൽ കാണാൻ പറ്റില്ല. പക്ഷെ ആ ജലത്തിന്റെ തന്മാത്രയ്ക്ക് ആ ജലത്തിന്റെ അതേ സ്വഭാവമായിരിക്കും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പഞ്ചസാര എടുത്ത് നോക്കിയാൽ മധുരമാണ്, അത് പഞ്ചസാരയുടെ സ്വഭാവമാണ്. ആ തന്മാത്രയ്ക്കും ആ സ്വഭാവം ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അങ്ങനെ അപ്പോ ഒരു കാര്യം എന്താണ്, എല്ലാ പദാർത്ഥവും സമാന സ്വഭാവമുള്ള ആ പദാർത്ഥത്തിലെ കണികകൾക്ക് സമാന സ്വഭാവമാണ്. 2, കണികകൾ തമ്മിൽ അകലമുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മളിങ്ങോട്ട് വലിപ്പത്തിലുണ്ട് എടുത്തണ്ടല്ലോ, നമ്മളൊരു അരിപ്പയാണ്, ഒരരിപ്പയാണ്, അത്ര സ്ഥലമുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരാറ്റവും അടുത്ത ആറ്റവും തമ്മിൽ ചെറിയ അകലുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. തൊട്ടടുത്ത് ഇങ്ങനെ ഇരിക്കണതായി തോന്നും, പക്ഷെ ഇതിനിടയിൽ എന്തുണ്ട്? അകലമുണ്ട്, കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആറ്റത്തെ എടുത്താൽ ആറ്റത്തിലെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളല്ലോ, അതിനെ കണ്ട് വലുതാക്കി വിചാരിക്കുക. ഒരാറ്റം കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ എത്ര വലിപ്പാക്കി വിചാരിക്കുക. വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമാക്കിയാൽ ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നടുവിൽ കൊണ്ടുവച്ച ഒരു ഫുട്ബോളിന്റെ അത്ര വലിപ്പമേ ഉള്ളൂ അതിന്റെ ന്യൂക്ലിയസിന്, അതിൻ്റെ ഉള്ള ന്യൂട്രോണും പ്രോട്ടോണും. ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഏറ്റവും അറ്റത്ത് കൂടി ഓടുന്ന കുറച്ച് കളിക്കാരായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണുകളെ സങ്കല്പിക്കുക. എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിനുള്ളിൽ ആരുമില്ലാത്ത സ്ഥലമാണ് കൂടുതൽ, കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഈ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ. അങ്ങനെയുള്ള ആറ്റങ്ങൾ, ആ ആറ്റങ്ങളും തന്മാത്രകളും തമ്മിൽ അകലമുണ്ട്. ഏതൊരു ഖരാവസ്ഥയിലാവട്ടെ, ദ്രാവകാവസ്ഥയിലാവട്ടെ, വാതകാവസ്ഥയിലാവട്ടെ, അവ തമ്മിൽ അകലമുണ്ട്. ഖരാവസ്ഥയിൽ കുറഞ്ഞ അകലമാണ്, വാതകാവസ്ഥയിൽ കുറച്ചുകൂടി കൂടിയ അകലമാണ്, വാതകാവസ്ഥയിൽ കുറച്ചുകൂടി കൂടിയ അകലമാണ്. അപ്പൊ ഖരത്തിൽ നിന്ന് ദ്രാവകത്തിലേക്കും ദ്രാവകത്തിൽ നിന്ന് വാതകത്തിലേക്കും പോകുമ്പോൾ നേരത്തെ വീഡിയോ ഒന്നുകൂടി മനസ്സിലോർക്കുക, അല്ലെങ്കിൽ വീണ്ടും കണ്ടു നോക്കുക. അവിടെ അകലം വർദ്ധിക്കുന്നത് കാണാം. കണികകൾ നിരന്തരം ചലിക്കുന്നു. ഈ കണികകളൊക്കെ ചലിച്ചുകൊണ്ടാ, നിങ്ങൾ ആ വീഡിയോ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതിലെ കണികകളൊക്കെ നിരന്തരം ചലിച്ചുകൊണ്ടാ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആറ്റങ്ങളും എല്ലാ തന്മാത്രകളും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖരാവസ്ഥയിൽ ആ ചലനം കുറവാണ്, ദ്രാവകാവസ്ഥയിൽ ആ ചലനം കുറച്ചുകൂടി കൂടും, വാതകാവസ്ഥയിൽ കുറച്ചുകൂടി കൂടും. കണികകൾ പരസ്പരം ആകർഷിക്കുന്നു. ഈ കണികകൾ ആകർഷിച്ചത് കൊണ്ടാണ് അവ അങ്ങനെ ഒട്ടി നിൽക്കുന്നത്. പരസ്പരം ആകർഷിക്കുന്നുണ്ട് കണികകൾ. അങ്ങനെ കണികകൾ ആകർഷിക്കുന്നു. ഖരാവസ്ഥയിൽ ആകർഷണം കൂടുന്നത് കൊണ്ട് വളരെ അടുത്ത് നിൽക്കുന്നു. ദ്രാവകാവസ്ഥയിൽ ആകർഷണം കുറവാണ്, അതുകൊണ്ട് ഒരു അയഞ്ഞ രൂപമാണ്, കുറച്ചും കൂടി അകലെ നിൽക്കുന്നു. വാതകാവസ്ഥയിൽ വീണ്ടും ആകർഷണം കുറവാണ്, അതുകൊണ്ട് സ്വതന്ത്രമാണ്, അതുകൊണ്ടാണ് എല്ലായിടത്തേക്കും പരക്കുന്നത്. മറ്റത് ഖരാവസ്ഥയിൽ ഇവിടെ വാടക വെച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക, അപ്പോൾ ഒരു രൂപം. ദ്രാവകാവസ്ഥയിൽ ഒരു അഴകുഴമ്പന കുറച്ചൊക്കെ അടുത്ത് ഇങ്ങനെ നിന്നിട്ടാണ്, മനസ്സിലായില്ലേ? ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകും എന്നുള്ള രീതിയിലാണ്. അവിടെ ആകർഷണം കുറവാ. വാതകാവസ്ഥയിലല്ല, പരന്നങ്ങനെ നടക്കുകയാണ്. സ്കൂൾ വിട്ടിട്ട് ക്യാമ്പസിൽ കുട്ടികൾ നടക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോ കണികകൾ പരസ്പരം ആകർഷിക്കുന്നു. ആകർഷണം ഏറ്റവും കൂടുതൽ ഖരാവസ്ഥയിൽ, ആകർഷണം പിന്നെ കുറവ്, താരതമ്യേന കുറവ് ദ്രാവകാവസ്ഥയിൽ, ആകർഷണം വളരെയധികം കുറവ് വാതകാവസ്ഥയിൽ. ക്ലിയർ ആയോ? ആ 3 ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഖരം, ദ്രാവകം, വാതകം. ഖരം എങ്ങനെ ഇട്ടാലും നിശ്ചിതാകൃതി. ദ്രാവകത്തിനതല്ല, അത് ഒഴിക്കുന്ന പ്രതലത്തിന്റെ അല്ലെങ്കിൽ കുപ്പിയുടെ ആകൃതി. വാതകം അതിങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കും. അപ്പൊ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലാണ് കണികകളുടെ ക്രമീകരണം. ഒരുപോലെയാണോ? അല്ല. ഇവയിൽ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത്? പറയൂ, നിങ്ങൾ പറയൂ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കണികകൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ളത് ഏതവസ്ഥയിലാണ്?
അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. ഈ കണികകൾക്ക് പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. കണികകൾ തമ്മിൽ അകലമുണ്ട്. ഈ കണികകൾ നിരന്തരം ചലനത്തിലാണ്. കണികകൾ പരസ്പരം ആകർഷിക്കുന്നു. ഇനി അവസ്ഥാ പരിവർത്തനം അപ്പോഴെങ്ങനെയാണ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നത്? ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവസ്ഥയും ഏകദേശം ഇതിന് തുല്യമാണ്. വേണമെങ്കിൽ നിങ്ങളിങ്ങനെ പഠിച്ചു വരും. അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. കൂടുതൽ പഠിക്കുന്തോറും നിങ്ങൾക്ക് കൂടുതൽ അറിവ് ശാംശീകരിക്കാനുള്ള കഴിവ് കിട്ടും. ഒരു സ്റ്റേജ് എത്തിയാൽ നിങ്ങൾ ഒരു 10th ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നവരായി. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എഴുതുന്ന എല്ലാ എക്സാമിലും അവിടെ എത്തും. അതുവരെ എത്തില്ല. അതുവരെ പഠനം തുറന്നുകൊണ്ട് പോകണം. നോക്കൂ, ഒരു ഖരത്തെ, ഒരു ഐസിനെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ശർക്കര എടുത്തു, എന്നിട്ട് അത് ഉരുക്കാൻ തുടങ്ങി. ഒരവസ്ഥ വരെ അത് ഉരുകില്ല. കുറച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഉരുകാൻ തുടങ്ങും. ഉരുകാൻ തുടങ്ങിയാലോ പിന്നെ പൊരിഞ്ഞ ഉരുകലാണ്. അതുപോലെയാണ് മക്കളെ, നിങ്ങൾ 10th ലെവൽ എക്സാമിനോ +2 ലെവൽ എക്സാമിനോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനോ പഠിക്കുമ്പോൾ ഒരു ലെവൽ എത്തണം നിങ്ങൾ. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓരോ ടെസ്റ്റായിട്ട് നിങ്ങൾ ക്രാക്ക് ചെയ്യുന്നത് കാണാം. അതുവരെ എത്തുക എന്നുള്ളതാണ്. അത് മെഷർ ചെയ്യാൻ തെർമോമീറ്റർ പോലെ നമുക്കൊരു സാധനം വേണം. അതിനാണ് ഞാൻ ഡെയിലി എക്സാം ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഫ്രീ ക്ലാസ്സുകളിൽ ഡെയിലി എക്സാംസ് ഉണ്ട്. കൃത്യമായി നിങ്ങളുടെ ഈ അവസ്ഥാ പരിവർത്തനത്തെ സൂചിപ്പിക്കാൻ വിൻഡോസിന് ഹാബിറ്റ് ട്രാക്കർ എന്നൊരു സംവിധാനമുണ്ട്. ഓക്കെ, നമ്മുടെ പെയ്ഡ് കോഴ്സിന്റെ ഭാഗമായിട്ടാണത്. മറ്റല്ല, ഈ ഡെയിലി എക്സാംസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പെയ്ഡ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് 1200 രൂപയുടെ ഒരു കോഴ്സ് ഉണ്ട്. വിത്ത് മെന്ററിംഗ് 5500 രൂപയുടെ കോഴ്സ് ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി. തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. ഞാൻ തിരിച്ചു വരാം. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ അവിടെ ആക്സസ് ലഭിക്കും. അതുപോലെ എക്സാമുകളുമുണ്ട്. അതിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യുക. എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് കോഴ്സുകളെ കുറിച്ച് അറിയാൻ താഴെ ഞാൻ എല്ലാ കോഴ്സിൻ്റെയും താഴെ ലിങ്കുകൾ നൽകാറുണ്ട്. ആ ലിങ്കിൽ കയറി മതി. അവിടെ എൻ്റെ നമ്പറൊക്കെ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവസ്ഥാ പരിവർത്തനം. എങ്ങനെയാണ് അവസ്ഥാ പരിവർത്തനം ഉണ്ടാവുന്നത്? അവസ്ഥ പരിവർത്തനം ചെയ്തു എന്ന് പറയുന്നത്, അവസ്ഥാ പരിവർത്തനം വരുന്നു എന്ന് പറയുന്നത്, അതായത് ഒരു നിശ്ചിത അവസ്ഥയിലുള്ള പദാർത്ഥം അതിനിങ്ങനെ ചൂട് കൂടി, ചൂട് എന്ന് പറഞ്ഞാൽ കണികകളുടെ ചലനത്തെയാണ് നമ്മൾ ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിന്റെ കണികകളുടെ ചലനം കൂടുന്തോറും ഒരു പ്രത്യേക സ്റ്റേജിലെത്തിയാൽ അതെന്തായി മാറും? അവസ്ഥ മാറും. അതായത് ഐസ് ചൂടാക്കുമ്പോൾ ജലം വീണ്ടും ചൂടാക്കുമ്പോൾ തിളച്ച നീരാവി, ഇവിടെയൊക്കെ ചൂടാക്കലിലാണ് അവസ്ഥ മാറുന്നത്. അപ്പോ പദാർത്ഥത്തിന്റെ അവസ്ഥ മാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൂടാക്കലാണ്. അതായത് ചലനമാണ്. ഖരത്തിൽ ഇങ്ങനെയാ, ചൂടാക്കുമ്പോൾ ഒരു സ്റ്റേജ് എത്തിയാൽ വളരെയധികം ഫ്രീ ആവും, ഒന്നും കൂടിയും വളരെയധികം ഫ്രീ ആവും. ഈ അവസ്ഥയിലെത്തുമ്പോഴാ ദ്രാവകം, ഈ അവസ്ഥയിലെത്തുമ്പോഴാണ് വാതകം. അപ്പോ താപം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ഊർജം കൂടുന്നു. ഊർജം കൂടുമ്പോൾ തുള്ളിച്ചാടൽ കൂടുന്നു. തുള്ളിച്ചാടൽ കൂടുമ്പോൾ കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. അപ്പൊ ഖരത്തിൽ ഊർജം കുറവ്, ദ്രാവകത്തിൽ ഊർജം കൂടുതൽ, നല്ലോം കൂടുതൽ വാതകത്തിൽ. ഖരത്തിൽ കണികകൾ തമ്മിലുള്ള ചലനം കുറവ്. കാരണം എന്താണ്? ചലിക്കുന്നുണ്ട്, ചലനം കുറവ്, ഊർജം കുറവാണ്. ദ്രാവകത്തിൽ കുറച്ചുകൂടി കൂടും, വാതകത്തിൽ നല്ലോണം കൂടും. എന്നാൽ അവ തമ്മിലുള്ള ആകർഷണം ഖരത്തിൽ കൂടുതൽ, ദ്രാവകത്തിൽ ഖരത്തേക്കാൾ കുറവ്, വാതകത്തിൽ ദ്രാവകത്തേക്കാൾ കുറവ്. കണികകളുടെ ചലനം ഖരത്തിൽ കുറവ്, ദ്രാവകത്തിൽ കൂടുതൽ, വാതകത്തിൽ നല്ലവണ്ണം കൂടുതൽ. ഓർത്തിരിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോ ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കുറവാണ്. ദ്രാവകാവസ്ഥയിൽ കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കണികകൾ ചലിക്കുന്നു. വാതകാവസ്ഥയിലുള്ള കണികകൾ വളരെ അകന്നു സ്ഥിതി ചെയ്യുന്നു. ചലന സ്വാതന്ത്ര്യം കൂടുതലാണ്. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതുവരെ PSC ചോദിച്ചിട്ടില്ല, ഇനി ഇങ്ങോട്ട് ചോദിക്കാം. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. മനുഷ്യന്റെ, നമുക്ക് വേണമെങ്കിൽ അതിന്
മനുഷ്യന്റെ ചില സമീപനങ്ങളുമായിട്ട് കാണാം. നിങ്ങളുടെ ഒരു അവസ്ഥ മാറണമെങ്കിൽ ആദ്യം അവസ്ഥ മാറുന്നത് നിങ്ങൾക്ക് കാണുന്നില്ല. ഒരു ആന്തരിക പരിവർത്തനം സംഭവിക്കാനുണ്ട്. ആ ആന്തരിക പരിവർത്തനം സംഭവിക്കണമെങ്കിൽ, അവസ്ഥാ പരിവർത്തനം സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ താപനിലയിൽ ഒരു വ്യത്യാസം വരാനുണ്ട്. അത് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആയി മാറുമ്പോഴാണ് അവസ്ഥാ പരിവർത്തനം വരുള്ളൂ. അത് നിങ്ങളുടെ ശീലങ്ങളുമായി, നിങ്ങളുടെ ചിന്തയിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. ആദ്യം ഉറപ്പിക്കേണ്ടത് PSC കിട്ടും. ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പരിശ്രമിക്കും. എങ്ങനെ പരിശ്രമിക്കണം? ഹാപ്പിയായി, കൂളായി, റിലാക്സ്ഡ് ആയി, ബട്ട് റെഡി ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട്. ജീവിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവിക്കാനുള്ളതാ. PSC പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ജീവിതത്തിലെ നല്ല നല്ല മുഹൂർത്തങ്ങളെ കളയാൻ നിൽക്കണ്ട. തൊട്ടടുത്ത വീട്ടിൽ കല്യാണം ഉണ്ട്, അന്ന് PSC പഠിക്കാൻ നിൽക്കണ്ട. പുസ്തകം മടക്കി വെച്ച് പോയി ആഘോഷിക്കടോ. ഞാൻ പലരും ചെയ്യാറുണ്ട്. ഇന്നേ ഉള്ളൂ ജീവിതം, നാളേക്കില്ല ജീവിതം. നാളേക്കുള്ള ജീവിതത്തിന് വേണ്ടി പ്രവൃത്തി എടുക്കണം. അത് നമ്മുടെ സന്തോഷങ്ങളെ മാറ്റി വെച്ചുകൊണ്ടല്ല, പക്ഷെ സന്തോഷം അതിര് കിടക്കരുത് എന്ന് മാത്രം. പഠിക്കുമ്പോൾ പഠിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ തോന്നണം. അങ്ങനെ പഠനം ഒരു ആഘോഷമാക്കി മാറ്റണം. PSC കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു സ്വപ്നം വേണം. ഹൃദയത്തിൽ, സ്ഥിരകളിൽ, എല്ലായിടത്തും ഉറച്ചു നിൽക്കുന്ന ഒരു സ്വപ്നം. ആ ഒരു സ്വപ്നം നമ്മൾ ഡിസൈൻ ചെയ്യണം. അത് വെറുതെ ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ പോരാ, ഉറച്ചു നിൽക്കണം, വിശ്വാസം വേണം. ഇങ്ങനെയുള്ള ഒരു മാനസിക പരിവർത്തനവും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും വേണം. കണക്കോ അറിയില്ലേ, പഠിച്ചെടുക്കാൻ പറ്റുന്നു. ഫിസിക്സോ അറിയില്ലേ, പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കിട്ടും. അതല്ലെങ്കിൽ കാശ് ഉണ്ടാക്കണം, ഒരു കോഴ്സിന് ചേരണം. എന്റെയോ മറ്റാരുടെങ്കിലും കോഴ്സിന്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ കോഴ്സിന്. ഏറിക്കൂടി 5000, നമ്മുടെയൊക്കെ കോഴ്സ് ആണെങ്കിൽ 5500 വിത്ത് മെന്ററിങ്. ചിലപ്പോൾ 10000 ഉള്ള കോഴ്സാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടച്ച പോയി ചേരടോ. ഒരു 10000 ഒക്കെ എങ്ങനെയെങ്കിലും നിങ്ങൾ പല കാര്യത്തിനും ഉണ്ടാക്കുന്നില്ലേ, ഒന്ന് ഉണ്ടാക്കി ചേര്. അതല്ല ഒട്ടും പൈസയില്ലേ, മറ്റ് കുറച്ച് സമയം കൂടുന്നേ ഉള്ളൂ. മറ്റ് പല യൂട്യൂബ് വീഡിയോകളും കണക്ട് ചെയ്ത് പഠിക്കുക. ക്ലിയർ? അങ്ങനെ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ആ മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തികൾ, നിങ്ങളുടെ ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ കൂടി കൂടി വരും. നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങും. ഒരവസ്ഥ എത്തിയാൽ 10th ലെവലുള്ള, അതല്ലെങ്കിൽ നിങ്ങൾ +2 ലെവലാണ് നോക്കണമെന്ന് വെച്ചാൽ +2 ലെവലുള്ള എല്ലാ എക്സാമുകളും ക്രാക്ക് ചെയ്യാനുള്ള സ്റ്റേജിലെത്തി. പിന്നെ പടപടാ നിങ്ങൾ ഇങ്ങനെ ലിസ്റ്റിൽ വന്നുകൊണ്ടിരിക്കും. ഷുവർ, ഞാൻ പറയുന്നത് ഞാൻ എങ്ങനെ ലിസ്റ്റിൽ കയറിയോണ്ടാ. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. ഇതല്ല, അത് ഭാഗ്യമൊന്നല്ല, ലോട്ടറി ഒന്നല്ല. ഓക്കെ, സോ താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നു. എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജവും ചലനവും കൂടുകയും കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു. ഇമ്പോർട്ടന്റ്, ഏതവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജം കൂടും, കണികകളുടെ അകലം കൂടും. ചൂട് ലഭിക്കുമ്പോൾ കണികകളുടെ എന്തുകൂടും? ചലനം കൂടും, ഊർജം കൂടും, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയും. ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കണികകളുടെ ചലനവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് അവസാനിപ്പിക്കാം. കണികകളുടെ ചലനവുമായി ബന്ധപ്പെട്ട് ഖരം ദ്രാവകമാകുമ്പോൾ കൂടുന്നു. എന്തൊക്കെ കൂടുന്നു? ഖരം ദ്രാവകമാകുമ്പോ കണികകളുടെ ചലനവേഗം കൂടും, കണികകൾ തമ്മിലുള്ള അകലം കൂടും, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയും, കണികകളുടെ ഊർജം കൂടും. ഇനി ദ്രാവകം വാതകമാകുമ്പോൾ കണികകളുടെ ചലനവേഗം കൂടും, കണികകളുടെ തമ്മിലുള്ള അകലം കൂടും, പക്ഷെ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയും, കണികകളുടെ ഊർജം കൂടും. വാതകം ദ്രാവകമാകുമ്പോൾ കണികകളുടെ ചലനവേഗം കുറയും, കണികകൾ തമ്മിലുള്ള അകലം കുറയും, കണികകൾ തമ്മിലുള്ള ആകർഷണം കൂടും. വാതകം ദ്രാവകമാകുമ്പോൾ തെരിച്ചിട്ടോ വാതകം ദ്രാവകാവുക. ഖരം ദ്രാവകമായി, ദ്രാവകം വാതകമായി. ഇനി വാതക ദ്രാവകാവുക, തിരിച്ചു പോക്കാം. അപ്പോ കണികകളുടെ ചലനവേഗം കുറയും, കണികകൾ തമ്മിലുള്ള അകലം കുറയും, കണികകൾ തമ്മിലുള്ള ആകർഷണം കൂടും, കണികകളുടെ ഊർജം കുറയും. ഇനി മറ്റൊന്നുണ്ട്, അത് നമുക്ക് പഠിക്കാം, അവസാനം പഠിക്കാം. ഖരം ദ്രാവകമായിട്ട്, ദ്രാവകല്ലേ വാതകമായിട്ട് മാറുക, പക്ഷെ ഖരം നേരിട്ട് വാതകമാകുന്ന സ്റ്റേജ് ഉണ്ട്. അവിടെയും ചലനവേഗം കൂടും, കണികകൾ തമ്മിലുള്ള അകലം കൂടും, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയും, കണികകളുടെ ഊർജം കൂടും. ഇത് കാണാപ്പാഠം പഠിക്കരുത്, ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത്? ഈ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലേ? കാരണം ദ്രാവകാവസ്ഥയിലല്ലേ ഊർജം കൂടുക, അതുകൊണ്ട് ദ്രാവകാവസ്ഥയിലുള്ള ഏതാ? നീരാവി. കാണാപ്പാടൊന്നും പഠിക്കണ്ട.
ഖരത്തെയും ദ്രാവകത്തെയും അപേക്ഷിച്ച് കണികകൾ വളരെ അകലെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലായതിനാൽ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ ഫലമായി കൂടുതൽ ഗതികോർജം വരുന്നു. ഗതികോർജത്തിന്റെ ക്ലാസ്സിൽ ഒന്നും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ അത് ദ്രാവകമായിട്ട് മാറില്ല, മറിച്ച് അത് വാതകമായിട്ട് മാറും. ദ്രാവകാവസ്ഥയെ സർപ്പാസ് ചെയ്തിട്ട് അത് വാതകമായിട്ട് മാറും. ഇങ്ങനെ ഖരം നേരിട്ട് വാതകമാകുന്നതിനെയാണ് ഉൽപ്പതനം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, ഇംഗ്ലീഷിൽ അതിന്റെ ടേം സബ്ലിമേഷൻ എന്നാണ്. സബ്ലിമേഷൻ. ഓക്കെ, അതിന് ഉദാഹരണം പാറ്റ ഗുളിക, അയഡിൻ. ഉദാഹരണങ്ങൾ ഓർത്തു വെക്കണം PSC പരീക്ഷയ്ക്ക്. സബ്ലിമേഷൻ ഉദാഹരണമാണ്. പാറ്റ ഗുളികയും അയഡിനും കൊണ്ടുവച്ചാൽ മതി, അത് വാതകമായിട്ട് മാറും. ഓക്കെ, പാറ്റ ഗുളികയും അയഡിനും. ചന്ദനത്തിരിക്ക് സുഗന്ധമുണ്ടല്ലോ. ഇനി അടുത്ത ചോദ്യം, ചന്ദനത്തിരിക്ക് സുഗന്ധല്ലേ? ചന്ദനത്തിരി ഇങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുമ്പോഴാ സുഗന്ധം, ചന്ദനത്തിരി കത്തിക്കുമ്പോഴാ സുഗന്ധം? ആലോചിച്ചിട്ടുണ്ടോ? ഇത് സയൻസിന്റെ മറ്റൊരു അപ്രോച്ചാണ്, ഒബ്സർവേഷൻ, നിരീക്ഷണം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചന്ദനത്തിരി കത്തിക്കുമ്പോഴാണോ കൂടുതൽ മണം പരക്കുക, അതോ ചന്ദനത്തിരി അങ്ങനെ വെച്ചാലോ മണം പരക്കുക? ചന്ദനത്തിരി കത്തിക്കുമ്പോഴാ. അപ്പോ ചന്ദനത്തിരി കത്തിക്കുമ്പോഴാണ് അതിന്റെ സുഗന്ധം മുറിയിൽ വ്യാപിക്കുന്നത്. കത്തിക്കുമ്പോൾ സുഗന്ധം പെട്ടെന്ന് വ്യാപിക്കാനുള്ള കാരണം എന്തായിരിക്കും? നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്, വെറുതെ ആലോചിച്ച് നോക്ക്. ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആലോചിച്ചവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. താപനിലയും വ്യാപനവും തമ്മിൽ ബന്ധമുണ്ടോ? എന്താ വ്യാപനം എന്ന് പറഞ്ഞാൽ നമുക്ക് വരാടോ. ചൂടുള്ള ഭക്ഷണത്തിന്റെ ഗന്ധം ദൂരത്തേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് മത്തിക്കറി ഉണ്ടാക്കും. അടുത്ത വീട്ടിൽ മത്തിക്കറി ഇങ്ങനെ തിളയ്ക്കുമ്പോ മണം നമ്മുടെ മൂക്കിലെത്തും. വെജിറ്റേറിയന്മാർ ക്ഷമിക്കുക, ഭായയിൽ ഇങ്ങനെ വെള്ളം ഉരുളും. പക്ഷെ അത് ഞങ്ങൾ ഈ മത്തിക്കറി പിറ്റേ ദിവസം ഉപയോഗിക്കും. അതിന് ടേസ്റ്റ് വേറെ കൂടുതലാണ്, പക്ഷെ അതിന്റെ മണം വീട്ടിക്കെത്തില്ല. ചൂടുള്ള ഭക്ഷണത്തിന്റെ ഗന്ധം ദൂരത്തേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? നല്ല രസം ഇങ്ങനെ കല്യാണപ്പന്തൽ ഇങ്ങനെ തിളച്ച് മറിയുമ്പോ മൂക്കിലേക്ക് വന്നത് അടിക്കുന്നത് എന്തുകൊണ്ടാ? ചൂടുണ്ടാവുമ്പോ. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും പദാർത്ഥങ്ങളുടെ വ്യാപനം ഒരുപോലെയാണോ? താപനിലയും വ്യാപനവും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടല്ലേ. ചൂടുള്ള ഭക്ഷണത്തിന്റെ ഗന്ധം ദൂരത്തേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമുള്ള പദാർത്ഥങ്ങളുടെ വ്യാപനം ഒരുപോലെയാണോ? ഇതൊക്കെയാണ് പുതിയ PSC ക്വസ്റ്റ്യൻ ആയിട്ട് പ്രത്യക്ഷപ്പെടുകയോ. അപ്പോഴാണ് ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയി മാറുകയോ. അതിന് നിങ്ങൾ ഈ ചോദ്യം വായിച്ചിരിക്കണോ, എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണോ, ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരം വേണോ. ആ ഉത്തരം ശരിയായ ഉത്തരവുമായി ബന്ധമുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചിന്തയ്ക്ക് വന്ന പറ്റിയത്, നമുക്ക് എന്തറിവാ കുറവ് എന്ന് കണ്ടെത്തണം. അപ്പോ നിങ്ങൾ മഷി ജലത്തിൽ വ്യാപിക്കുമല്ലേ? ഖരപദാർത്ഥങ്ങളിൽ ഇതുപോലെ വ്യാപനമുണ്ടോ? മഷി എന്തിൽ വ്യാപിക്കുന്നുണ്ട്? ജലത്തിൽ വ്യാപിക്കുന്നില്ലേ? അതുപോലെ ഈ ചന്ദനത്തിരിയിലെ കണികകൾ വായുവിൽ വ്യാപിക്കുകയാണ്. ചൂട് കൂടുമ്പോൾ അത് കൂടുതൽ വ്യാപിക്കും. കാരണം കണികകളുടെ സ്വാതന്ത്ര്യം കൂടി, ചലന സ്വാതന്ത്ര്യം കൂടി. ചൂടാക്കുമ്പോ ഇത് ഖരത്തിൽ നടക്കുന്നുണ്ടോ? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ വ്യാപനം എന്ന് പറയുന്നു. വായുവിലാണ് കലരുകയാണ് രസം ചൂടാക്കുമ്പോൾ. അതിലെ കണികകൾ സ്വതന്ത്രമായി പുറത്തേക്കാണ്ട് പോവുകയാണ്. അത് വായുവിൽ കലരുകയാണ്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനം എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൽ വ്യാപനം കാണുന്ന ഒരു സന്ദർഭമാണ് ചന്ദനത്തിരി കത്തിക്കുമ്പോൾ മണം വ്യാപിക്കുന്നത്, ഭക്ഷണം പദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ അതിൻ്റെ മണം വ്യാപിക്കുന്നത്, അങ്ങനെ പഴങ്ങളുടെ മണം വ്യാപിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം മണങ്ങൾ വ്യാപിക്കുന്നു നിത്യജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ ചലന സ്വാതന്ത്ര്യമുള്ള പദാർത്ഥ കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനം എന്ന് പറയുന്നത്. പൂക്കൾ, പഴങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഗന്ധം ചുറ്റുപാടും പരക്കുന്നത് വ്യാപന മൂലമാണ്. താപനില കൂടുമ്പോൾ വ്യാപന നിരക്കും കൂടും. വാതക പദാർത്ഥങ്ങളിലെ കണികകൾക്ക് ദ്രാവക കണികകളേക്കാൾ ചലന സ്വാതന്ത്ര്യം കൂടുതലായതുകൊണ്ട് വാതകങ്ങളിൽ വ്യാപന നിരക്ക് വളരെ കൂടുതലാണ് ദ്രാവകങ്ങളിലുള്ളതിനേക്കാൾ. എന്നാൽ ഖരവസ്തുക്കളിലെ കണികകൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറയുന്നതിനാൽ ഖരപദാർത്ഥങ്ങളിൽ വ്യാപനം നടക്കുന്നില്ല. ലോജിക്കും കിട്ടിയില്ലേ? ചലന സ്വാതന്ത്ര്യം കുറവായതുകൊണ്ട്
ഖരപദാർത്ഥങ്ങളിൽ വ്യാപനമില്ല, ദ്രാവകത്തിൽ ചലന സ്വാതന്ത്ര്യം കണികകൾക്കുള്ളതുകൊണ്ട് വ്യാപനമുണ്ട്, വാതകത്തിൽ കൂടുതൽ വ്യാപനം നടക്കും, അവിടെ കൂടുതൽ ചലന സ്വാതന്ത്ര്യമുണ്ട്. ലോജിക്കലാണ്, ഒക്കെ ലോജിക്കലാണ്. ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും, ആ ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ പാഠകം കഴിഞ്ഞു. ഒരേ ഇനം കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധജലം, ജലം, പഞ്ചസാര, ഉപ്പ്, അല്ലേ? പക്ഷേ ഉപ്പ് വെള്ളം അത് മിശ്രിതമാണ്, അവിടെ ഉപ്പുണ്ട് വെള്ളമുണ്ട്, രണ്ടെണ്ണം കൂടിയതാണ് മിശ്രിതം. ദാറ്റ്സ് ആൾ. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യടോ, കമന്റ് ചെയ്യ്, ഷെയർ ചെയ്യ്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വാ. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. പെയ്ഡും ഉണ്ട്, ഫ്രീ ഉണ്ട്, എല്ലാവരോടും ഒരേ സമീപനമാണ്. പെയ്ഡ് നമ്മുടെ നിലനിൽപ്പിന്റെ കാര്യമാണ്, നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ സൗഹൃദത്തിനായി നമ്മുടെ വാട്സപ്പ് കാത്തിരിക്കുന്നു. നമുക്കൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ യാത്ര നമുക്ക് രസകരമായി പോകാം. എനിക്കറിയാം നിങ്ങൾ വളരെയധികം തിരക്ക് പിടിച്ച ആളുകളാണ്, നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളാണ്. കഠിനമായ പ്രയത്നവും പ്രഷറും അനുഭവപ്പെടുന്നുണ്ട് ഒരു PSC പരീക്ഷ പഠിക്കാൻ. പക്ഷേ ആ പ്രഷർ കുറയ്ക്കാനുള്ള ഒരുപാട് വിദ്യകൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ കാണുന്ന ലോകം, നമ്മുടെ ഇന്നത്തെ ഈ യാത്ര സന്തോഷകരമായ ഒന്നാക്കി മാറ്റിക്കൂടെ? കൂടുതൽ രസകരമായി, കൂടുതൽ ആവേശത്തോടെ പഠിക്കാൻ. അതായത് ഹാപ്പി ആയിരിക്കുക, കൂളായിരിക്കുക, റിലാക്സ്ഡ് ആയിരിക്കുക. അതേസമയം നമ്മൾ റെഡി ആയിരിക്കണം, ഫോക്കസ്ഡുമായിരിക്കണം. ഇതാണ് വിൻഡോജുവിൻ്റെ മുദ്രാവാക്യം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ജീവിതത്തിൽ അതുപോലെ പഠനത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് ഈ യാത്രയെ കുറഞ്ഞ പ്രഷറിൽ കൂടുതൽ ഹാപ്പിയും എന്നാൽ ഫോക്കസ്ഡും റെഡിയുമായിട്ട് പോകാം. എല്ലാവർക്കും വിൻഡോജുവിലേക്ക്, അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിലേക്കും സ്വാഗതം.